ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നീഹൻ്റെ ടോയ്സ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ നീഹൻ്റെ ടോയ്സ് കളക്ട് ചെയ്യുന്നതിൽ വളരെ പിക്കിയാണ്. ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവൾക്ക് 6 മന്ത് അല്ല 3 മന്ത് തൊട്ടാണ് അവൾക്ക് ഞാൻ ടോയ്സ് മേടിച്ചു തുടങ്ങിയത്. അതിന് മുന്നേ ഇങ്ങനെ സോഫ്റ്റ് ടോയ്സ് വേണ്ടി കിൽക്കട്ട അങ്ങനത്തെ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അവളുടെ ഐക്യു ഡെവലപ്മെൻറ്റിനും അവളുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണ കുട്ടികളുടെ മോട്ടോർ സ്കില്ല് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അധികം ടോയ്സ് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് നീയൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നി കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ടോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതേത് മാസത്തിലാണ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ടോയ്സും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം കൊണ്ട് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ നീഹക്ക് അമ്മത് റെക്കോർഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇപ്പം കറൻ്റ്ലി നീ വായോ അമ്മ റെക്കോർഡ് ചെയ്യട്ടെ. കറൻ്റ്ലി ഞാൻ ഇങ്ങോട്ട് വാ കറൻ്റ്ലി ഞാനിപ്പം അവൾക്കൊരു 1.5 വയസ്സായപ്പം ആണ് ഞാനിത് ഈ ഒരു ആൽഫബറ്റ്സിൻ്റെ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എനിക്ക് അവൾക്ക് കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോയ് ഇതാണ് കേട്ടോ. ആൽഫബറ്റ്സും നമ്പേഴ്സും ഷേപ്സും എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഞാനിത് അവൾക്ക് 1 വയസ്സും 5 മാസം ആകുമ്പോഴാണ് ഇത് ഞാൻ അവൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇത് നമ്പേഴ്സ്, ഇത് ആൽഫബറ്റ്സ്, ഇത് ഷേപ്സ്. ഇതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോഴും ഇവളിതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ വേഗം ക്വിക്കായിട്ട് പഠിക്കണം എന്നൊന്നും കരുതിയിട്ടില്ല ഞാൻ അവൾക്ക് ഓരോ ടോയ്സും മേടിക്കുന്നത്. അത് ഓള് എൻ്റെ മോളെന്നല്ല എല്ലാ കുട്ടികളിലും നമ്മളിപ്പോൾ ഒരു ടോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനത്തെ എന്തെങ്കിലും അവരുടെ എന്താ പറയുക ഐക്യു ഡെവലപ്മെൻറ്റ്, ഐ കോർഡിനേഷൻ, ഹാൻഡ് കോർഡിനേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പല ടോയ്സും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വേഗം ശരിയാവാൻ വേണ്ടിയിട്ട് തന്നെ കുട്ടികളിങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് അവർക്കിത് കൊടുക്കുക, അവരതൊന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ പഠിച്ചു, ഓട്ടോമാറ്റിക്കലി അവരത് പഠിക്കും. ദെൻ ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും അവരെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നീഹ ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം പഠിച്ചത് ഈ ഷേപ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വണ്ടർ അടിച്ചു പോയി. ഇത് കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂസ് ഡെയിലി ഞാൻ അവൾക്കിത് കാണിച്ചു കൊടുക്കും. അവളിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടും. ഞാൻ ഇതിൻ്റെ ക്ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടും. പക്ഷേ വൺ ഡേ അവളിതിരുന്ന് കളിക്കുമ്പം അവളിതിൽ എല്ലാ ഷേപ്സും വെച്ചു. ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. അത് ഞാനല്ല കേട്ടോ കണ്ടത്, എൻ്റെ കസിനാണ് കണ്ടത്. അവളെല്ലാം വെക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത്, അവൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പം അത് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഡെയിലി. പക്ഷേ അവളിതിലേക്ക് ഞാൻ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് അവളെനിക്ക് തരുന്നില്ല എന്നുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റും എനിക്കില്ല. പിന്നെ അത് മാത്രമല്ല, അവളിത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു സാധനം ഞാൻ അവളെ ഫോഴ്സും ചെയ്തിട്ടില്ല. പക്ഷെ കുട്ടി അത് ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു. ഇപ്പോൾ അവൾക്ക് 2 വയസ്സും 2 മാസമായി. അവളിത് അവളുടെ 2 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ അവൾ A to Z 1 to 20 കൗണ്ട് ചെയ്യാനും പറയാനും ഇത് ഫുള്ള് വെക്കാനും അവൾ പഠിച്ചു. അത് എനിക്ക് മാഷാഅല്ലാഹ് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് പറയാനുള്ളത്, ഈ ടോയ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇതിലിങ്ങനെ കുറേ ലെറ്റേഴ്സ് ഉണ്ടാവും. ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അവർക്കിത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഈ ലെറ്റേഴ്സ് മനസ്സിലാവാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിൽ ചേർക്കുമ്പോഴല്ല അവരെ പഠിക്കേണ്ടത്, അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു 3 ഇയേഴ്സ് ഓൾറെഡി ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ് 4 വയസ്സിലാണ് കുട്ടീനെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഒരു 4 വർഷം നമുക്കുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവർ സ്കൂളിൽ ചെയ്യുമ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. എനിക്കറിയില്ല ഇത് എത്രത്തോളം എങ്ങനെയൊക്കെ വർക്ക് ആവാമെന്ന്. ഞാൻ ഒരു എക്സ്പെരിമെൻ്റാണ് എൻ്റെ മോള്. നമ്മൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന പാരൻറ്റിങ് അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഞാൻ നീഹയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞാനെന്നല്ല, ഇപ്പോഴത്തെ എല്ലാ പേരൻസും അങ്ങനെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുന്നത് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പോൾ അത് ഇപ്പം ഞാൻ കൂടുതലും എൻ്റെ വ്ളോഗിൽ പാരൻറ്റിങ് കാര്യങ്ങൾ കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ എന്നും വിചാരിക്കുന്ന കാര്യമാണ് ഇനി എൻ്റെ ടോയ്സ് വെച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന്. സോ ഇന്നാണ് അതിന് നേരം കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നത്തെ ക്ലിപ്പിൽ കണ്ടില്ലേ അവൾ എത്രത്തോളം അലമ്പാണെന്ന്. അവളൊക്കെ മാനേജ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇതിന് അധികം പ്രൈസ് ഒന്നുമില്ല, ബിലോ 500 എങ്ങനെ തോന്നുന്നു. ഞാൻ അങ്ങനെ ഓവറായിട്ട് അധികം എക്സ്പെൻസീവ് സാധനങ്ങളെക്കാളും കൂടുതൽ ജസ്റ്റ് ഞാനൊന്ന് മേടിച്ച് നോക്കും, ലോ ക്വാളിറ്റി തന്നെ മേടിച്ച് നോക്കും. എന്നിട്ട് അവൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ലത്, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ബിലോ 500 അതോ 800 അങ്ങനെ എന്തോ, എന്തായാലും 1000 എബോ ഇല്ല ഞാൻ മേടിച്ചത്. ഇപ്പോൾ ഇതിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഭയങ്കര റഫ് യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഓൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഇതിൻ്റെ ഓരോ ലെറ്റേഴ്സും മിസ്സാവാൻ നമ്മൾ നോക്കണം. ഫുൾ അലമ്പായിരിക്കും അവിടെ ഇവിടെ വലിച്ചിട്ടിട്ട്. നമുക്കത് പറക്കാനുള്ള ക്ഷമ വേണം. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇതൊന്നും മേടിച്ചെടുക്കേണ്ടതില്ല, നമുക്കുള്ള ജോലിയും പണിയും കൂടാതെ ഇതും കൂടി പറക്കെടുക്കേണ്ട ഒരു അവസ്ഥ. ബട്ട് ഹോപ്പ്ഫുള്ളി ഇതൊക്കെ നല്ലതിനായിരിക്കും ഫോർ ഹെർ ബെറ്റർ ഫ്യൂച്ചർ. ഓർ എന്താ പറയുക, നമ്മുടെ കുട്ടികളെ നല്ലപോലെ വളരുമ്പം, നല്ല ഇൻ്റലിജൻ്റായി വളരുമ്പം നമുക്കല്ല അതിൻ്റെ സന്തോഷം. അപ്പം നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കുറേ ടയർഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ഒക്കെ ആവേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും ഫ്യൂച്ചറിൽ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള അവൾക്ക് ഞാൻ മേടിച്ചു കൊടുത്തതിൽ വേർത്തായിട്ട്, ഏറ്റവും കൂടുതൽ വേർത്തായിട്ട് തോന്നിയിട്ടുള്ളൊരു ടോയ് ഇതാണ്. പിന്നെ ഇനി നമുക്ക് അവൾക്ക് മേടിച്ചിട്ടുള്ള ബുക്സ് നോക്കാം. ഇനി അവളുടെ ബുക്സ് ആട്ടോ, നിങ്ങളിത് കണ്ടിട്ട് പേടിക്കണ്ട. ഇത് മാത്രമല്ല, ഇതല്ലാതെ ഇവൾക്ക് ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഒരു 5-6 ബുക്സും കൂടി ഉണ്ട്. ഞാൻ നാട്ടിൽ വെച്ചിരിക്കണം, എല്ലാം കൂടി കെട്ടിവെച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ചട്ടൊക്കെ ഇങ്ങനെ അയക്കുന്നത്. ഇതാണ് എൻ്റെ മോൾക്ക് ഞാൻ ആദ്യം മേടിച്ച ബുക്ക്. ഇതിൻ്റെ റിയൽ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഇത് അവൾക്ക് 3 months ആകുമ്പോഴാണ് ഞാൻ വാങ്ങിയത്. അതായത് അവൾക്ക് 90 കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വീക്കൊക്കെ. ഇതാണ് ടച്ച് ആൻഡ് പ്ലേ ബുക്കോ അങ്ങനെ എന്തോ ഇതിൻ്റെ ബോർഡ് പോയിട്ടുണ്ടായിരുന്നു ഓർമ്മയിൽ. കുട്ടികളുടെ സെൻസേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ബുക്ക്. ലൈക്ക് നോക്കിയേ, ഈ ഒരു ഷീപ്പ് തൊടുമ്പോൾ തന്നെ എന്ത് സോഫ്റ്റ്. ഈ ബുക്ക് ആദ്യം വാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കൗതുകം എനിക്കേനും. ഇങ്ങനെ കണ്ടോ, ഈ ലയണിനെ ഇങ്ങനെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്യുമ്പോൾ അവർക്കിങ്ങനെ ദേ ക്യാൻ ഫീൽ സംതിങ്. ഒരു 3 മാസമുള്ള കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണിത്. അവർക്ക് 3 മാസമാകുമ്പോൾ ഞാൻ മേടിച്ചിരുന്നത്. അന്നൊക്കെ ഞാനിതൊക്കെ വാങ്ങുമ്പോൾ എൻ്റെ ഉമ്മക്ക് എന്നെ കുറേ കളിക്കണം, 3 മാസമുള്ള കുട്ടിക്ക് ബുക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അവരിപ്പോൾ അതൊക്കെ തിരുത്തിയിട്ടോ. കാരണം എൻ്റെ മോള് എത്ര വേർഡ്സാണ് പറയുന്നത്. ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ആനിമൽസും ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് വേർഡ്സ്. അവൾ പറയുന്ന വേർഡ്സ് ഒന്നും കറക്റ്റ് ഇല്ല, ബട്ട് ഷീ നോ എവറിത്തിങ്. നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനെ കാണുമ്പം അവളിങ്ങനെ പറയും ഓരോന്ന്. അതെന്ന് മാത്രമല്ല, ഈ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സിൻ്റെ ബോർഡില്ലേ, അത് പഠിച്ചതിന് ശേഷം അവൾ എല്ലാം റാൻഡം ആയിട്ട് തന്നെ ABCD അങ്ങനെ ഒരു ഓർഡറിലല്ല അവൾ പഠിച്ചത്, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് കാണുമ്പം അതിൽ ഓരോ സ്പെല്ലിങ്ങും അവൾ റീഡ് ചെയ്യാറുമുണ്ട്. സോ ഇതാണ് ഞാൻ അവൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബുക്ക്. ഇതിലെല്ലാം അവൾ പറയും കേട്ടോ. ഇപ്പോൾ അവൾക്ക് 2 വയസ്സായിട്ടുള്ളൂ. അതിന് മുന്നേ തന്നെ ഇതിൽ എല്ലാം അവൾ പഠിച്ചിരിക്കുന്നത്. അതും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും, ഓട്ടോമാറ്റിക്കലി അവളത് കേട്ട് അവളത് പഠിച്ചു. എല്ലാം ഇതിൽ മാഷാഅല്ലാഹ് അവളെല്ലാം ഇതിൽ പറയും. അപ്പോൾ ഇതാണ് ഞാൻ അവൾക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബുക്ക്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ബുക്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോസ് കൊടുക്കാം. ഞാൻ അവൾക്ക് മേടിച്ചിട്ടുള്ള ബുക്സ്, ആദ്യം മേടിച്ച 3 months ബുക്ക് ഇതാണ്. പിന്നെ അവൾക്ക് ഇതേപോലത്തെ ബോർഡ് ബുക്സ് ആണ് മേടിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ മൈ ടോയ്സ് ആണ്. ഇതൊക്കെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ബുക്സ് ആമസോണിലുണ്ട്. ഇക്കത് ഇവിടുന്ന് കൊടുക്കുന്നത് എല്ലാം. ഇനിയിപ്പോൾ ആമസോൺ അല്ലെങ്കിലും ബേബി കെയർ, പോപ്പീസ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസ് കിട്ടുന്ന അവിടെയൊക്കെ ഇങ്ങനത്തെ ബുക്സ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇങ്ങനെ പല വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും ഉണ്ടാവും. പിന്നെ ആനിമൽസിൻ്റെ ബുക്ക്, ബോർഡ് ബുക്ക്,
ഇതെന്താ വെജിറ്റബിൾസിൻ്റെ ഇതേപോലത്തെ ബോർഡ് ബുക്സ് എല്ലോ അടങ്ങിയിട്ടുള്ളത്. ഇതും ഒരു ബോർഡ് ബുക്കാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും ബോർഡ് ബുക്കിൽ സെയിം. അപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡ് ബുക്ക് മേടിച്ചാലും മതി. പിന്നെ നിങ്ങൾക്കിപ്പം ഇതേപോലെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റും മേടിക്കാം. ഈ ഒരു ബോർഡ് ബുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ വെജിറ്റബിൾസ് ആനിമൽസ് അങ്ങനെ മേടിച്ചാലും മതി. ഈ ഒരു ബോർഡ് ബുക്കുണ്ട്. ഇതിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്, കളേഴ്സ്, ഷേപ്സ്, പിന്നെ എന്താ അതെ ഇത് കളേഴ്സ് ആൻഡ് ഷേപ്സ് ആണ് മെയിനായിട്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം ലൈക്ക് റെഡ് കളറുള്ള ഐറ്റംസ് എല്ലാം, സ്ട്രോബെറി, ആപ്പിൾ, ടൊമാറ്റോ, അങ്ങനെ എല്ലാ ഇതും. പിന്നെ ഇതും ഒരു ബോർഡ് ബുക്ക് തന്നെയാണ് കണ്ടില്ലേ. പിന്നെ ഇത് അവൾക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ് ബുക്കാണ്. ഇതൊക്കെ ഞാനൊരു അവൾ ഇരിക്കാൻ പ്രായപ്പോൾ വാങ്ങിയത്, ഒരു 7 to 8 month ഒക്കെ ആയപ്പോൾ വാങ്ങിയത്. സ്വിമ്മിംഗ് പൂളില്ലേ അതിലിരിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും കളിക്കുക, അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. ഈ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. Then ഈ ബുക്ക് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടാണ്. ഈ ബുക്ക് ഇലക്ട്രോണിക് ബുക്ക് ഇതിലിപ്പോൾ ബാറ്ററി കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായിട്ട് തോന്നുന്നു. ഇന്നലെയാണ് ഇതിൻ്റെ ബാറ്ററി കഴിഞ്ഞത്. ലൈക്ക് നോക്കട്ടെ, കണ്ടോ ബാറ്ററി കഴിഞ്ഞു. ഇത് ഇട്ട് കൊടുക്കണം. ഇത് 1000 above ഉണ്ട് കേട്ടോ ഈ ഒരു ബുക്കിൻ്റെ റേറ്റ് വന്നിട്ട്. അതായത് റൈംസ് പാട്ടുകളാണ് ഇതിൽ. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം ഉണ്ട്. ഇത് ഞാൻ വരുമ്പം എയർപോർട്ടിൽ നിൽക്ക് നല്ല യൂസ് ആയിട്ടുള്ള കാര്യമാണ്. അവൾ ഇതിമങ്ങ ഇരുന്നോളും. പാടുന്നില്ല, ബാറ്ററി കഴിഞ്ഞു. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്താൽ പാട്ട് പാടും. ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്, കുറേ പാട്ടുകളുടെ ബുക്കുണ്ട്. ഞാൻ അടിച്ചുള്ള ഇതാണ്. ഇതിൽ 6 പാട്ടുകളുണ്ട്. അങ്ങനെ ഇവളിത് നോക്കിയിട്ട് പാട്ടുകളൊക്കെ പഠിച്ചിട്ടോ. ഇതിൻ്റെ എല്ലാ പാട്ടും ഓൾമോസ്റ്റ് അവൾക്ക് അറിയാം. പിന്നെ ഇത് ഞാൻ അവൾക്ക് വെറുതെ മേടിച്ചു കൊടുത്തതാണ് കളർ ബുക്ക്. പക്ഷെ അവൾ അതിനായിട്ടില്ല തോന്നുന്നു. കണ്ടപ്പോൾ ക്രയോൺ കളറൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ചുമരിലാണെന്നുള്ളൂ. ഇത് ഇവിടെ നിന്ന് എവിടുന്നോ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് അവൾ ബുക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു ബുക്കും കൂടിയുണ്ട്. ഇത് വാട്ടർ ബുക്ക്. ഇതും ഞാൻ നിങ്ങൾ ഏതൊരു വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പെന്നുണ്ടാവും വെള്ളം നനയ്ക്കാൻ. എന്നിട്ട് നമ്മളിതിങ്ങനെ വെള്ളം കൊണ്ട് ഇനിയിപ്പോൾ പെന്നില്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് വെള്ളം കൊടുത്താലും അവരിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിലുള്ള പിക്ചർ അങ്ങ് തെളിഞ്ഞു വരും. ഇതും എനിക്ക് നല്ല യൂസ് ആയിട്ടുണ്ട്. ഇതിന് സെറ്റ് വാങ്ങുന്നതാവട്ടെ നല്ലത്. എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ബുക്സിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത് കേട്ടോ. ഈ ബുക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ടോയ്സിൻ്റെ ഒന്നും മാത്രമല്ല, അവൾക്കുള്ള ഹൈ ചെയർ, സക്ഷൻ പ്ലേറ്റ്, അല്ലെങ്കിൽ ഇനീഷ്യലി ഞാൻ മേടിച്ചിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. കുറേ ടോയ്സ് ഞാൻ നാട്ടിൽ തന്നെ വെച്ചിട്ടാണ്. ലഗേജ് വെയിറ്റ് കാരണം ക്യൂരിയസ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് അല്ല ഒരു എന്താ പറയുക ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് ആമസോണിൽ തന്നെ ഞാൻ ഇതേപോലെ ഒരു സെറ്റ് വാങ്ങിയിരുന്നു. അത് 2K സംതിങ് ഉണ്ട്. പക്ഷെ അതുണ്ടല്ലോ അമേസിങ്. കാരണം അത് അവൾക്ക് ഒരു ബോൾ ഇടുന്ന ഒരു സാധനമുണ്ട്, റിങ് എന്ന് എന്താ പറയാറില്ല. അതായിരുന്നു അവൾക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്ന ടോയ്. പിന്നെ അവൾ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതൊക്കെ വെക്കാനും അല്ലെങ്കിൽ അവളുടെ ഹാൻഡിൻ്റെ ഐ കോർഡിനേഷനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അത്. ആ ഒരു സെറ്റ് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഞാൻ ഇതിലെന്തായാലും വീഡിയോസ് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനില്ല. അപ്പോൾ ഞാൻ ആ ഒരു ടോയ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാം. പിന്നെ എൻ്റെ എല്ലാ കുട്ടികളുടെ അടുത്തുള്ള സാധനം ബ്ലോക്സ്. ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നാട്ടിൽ ഇക്കാൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇത്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരെണ്ണം മേടിച്ചു കൊടുത്തു. ഇതെന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണം കേട്ടോ. അവർ കുറേ നേരമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും ഇതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലോക്സിൽ കളിക്കാനായിട്ട്. പിന്നെ ഈ ഒരു LCD റൈറ്റിങ് കണ്ടോ. ഇത് എന്താ പറയുക അവൾക്ക് ഒരു വയസ്സിന് ശേഷം തന്നെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പ്രസ് ചെയ്ത.
ഇതൊക്കെ ഞാൻ ഇതല്ലാതെ ഓൾക്ക് വേറെ ടോയ്സ് മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി യൂസ് ആവുന്നുള്ളൊരു ടോയ്സ് മാത്രമേ ഞങ്ങൾക്ക് കാണിക്കുള്ളൂ. ഇതല്ലാതെ ആൾക്ക് ഈ പാവകൾ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. അല്ലാതെ ഇന്നത്തെ എന്താ എൻ്റെ മോളെ IQ ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടി മാത്രമുള്ള ടോയ്സ് മാത്രമല്ല കേട്ടോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യല്. അയ്യോ, അപ്പം എന്താ പറയുക, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം. ആ ഒരു ഇലക്ട്രോണിക് ബുക്കും ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചിരുന്നു, അവൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് എൻഗേജഡ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. കൂടാതെ വേറൊരു ബോർഡ് ബുക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവൾക്ക് ഫോണൊന്നും കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ നിന്ന്. പിന്നെ ഓഫ്കോഴ്സ് അവൾ അങ്ങനെ ഫോൺ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നീഹത്ത് ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കുമെന്ന്. ഓഫ്കോഴ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കാ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുക? പക്ഷേ ഞാൻ നാട്ടിലാവുമ്പം അവൾക്ക് 0 സ്ക്രീൻ ടൈം ആയിരുന്നു. നിങ്ങൾ വിശ്വസിക്കാനില്ലെങ്കിൽ ഞാൻ പറയാം, വളരെ റയറായിട്ട് മാത്രമേ അവൾ, വളരെ റയർ എന്ന് വെച്ചാൽ വളരെ റയറായിട്ട് മാത്രമേ അവൾ നാട്ടിലാവുമ്പം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അവൾക്ക് എങ്ങനെയും 2 വയസ്സാവാണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം 2 വയസ്സിന് മുമ്പ് വീഡിയോ കോൾ അല്ലാതെ കുട്ടികൾക്കൊന്നും സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ കുറേ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത്രയും ഞാൻ എക്സോസ്റ്റഡ് ആണ്. കാരണം അത് ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാം അത് എത്രത്തോളം നമ്മൾ വീട്ടിലെ കാര്യങ്ങളെ. എനിക്ക് ഒരുപാട് ചീത്ത കേൾക്കലുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ അവളുടെ കൂടെ കളിക്കാനിരിക്കും. ദെൻ അത് ഒരിക്കലും ഈസി അല്ല. അപ്പോൾ എന്താ പറയുക, അതിൽ ഞാൻ എന്തായാലും വിജയിച്ചു. ഇപ്പോൾ അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 1 hour എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ അതും ഒരു എന്തെങ്കിലും അവൾക്ക് ഉപകാരമുള്ള വീഡിയോസ് കണ്ടോട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ അവൾക്ക് 1 hour ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഡെയിലി 1 hour അവൾ കാണണം അങ്ങനെയല്ല. അവൾ ഇടയ്ക്കൊക്കെ ഫോൺ കാണാൻ വാശി പിടിക്കുമ്പം ഞാൻ ടൈമർ വെക്കും ഫോണിൽ. അപ്പോൾ പിന്നെ എനിക്കും കൂടി ഒരു റിമൈൻഡറാണ്. ഞാൻ അവൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ അടിച്ചു കഴിഞ്ഞാൽ അവളേക്കൊന്ന് മേടിക്കും. ദെൻ ഷീ ഈസ് ഓൾസോ റെഡി ടു ഗീവ് മീ. അവൾ എനിക്ക് എന്തായാലും അവൾ എനിക്ക് തിരിച്ച് തരും ചെയ്യും. ഞാൻ അതിൻ്റെ ക്ലിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 10 മിനിറ്റ് കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ 10 മിനിറ്റ് കാണും. അങ്ങനെയൊക്കെ ഒരു സംഭവം ഞാൻ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം കാണും ഫോണ്? 10 മിനിറ്റ് കഴിഞ്ഞാൽ ഷോർട്സ് കാണോ? എന്താ കാണുക? മമ്മ കാണിച്ചു. ഷോർട്സ് കണ്ട മമ്മ മേടിക്കും. ഓക്കെ, എത്ര നേരം കാണും? 10 മിനിറ്റ് കഴിഞ്ഞാൽ തരണം. ഓക്കെ, ഡീൽ. അൽഹംദുലില്ലാ ഇപ്പോൾ അടിപൊളിയായിട്ടാണ് പോണത്. ഇനി ഫ്യൂച്ചറിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തന്നെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഷോർട്സ്, റീൽസ് അതൊക്കെ കുട്ടികളിൽ അവരുടെ എന്താ പറയുക ബ്രെയിൻ വേഗം സ്റ്റിമുലേറ്റ് ചെയ്യും. അവർക്കത് നല്ല കാണിച്ചു കൊടുക്കരുതെന്ന് പറയും. അവൾക്ക് ഫോൺ കൊടുത്താൽ ഞാൻ മാറിക്കഴിഞ്ഞാൽ അവളത് ഷോർട്സ്, റീൽസൊക്കെ ഇരുന്ന് കാണും യൂട്യൂബിൽ. അപ്പോൾ എന്താ അതിനും ഞാനൊരു ബൗണ്ടറി വെച്ചു. ഞാൻ പറഞ്ഞു ഷോർട്സ് ആൻഡ് റീൽസ് കാണുകയാണെങ്കിൽ ഫോണും അമ്മ തരൂല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്ന് മാത്രമല്ല അവൾ കാണുമ്പം ഞാൻ അവളെ കൂടെ ഇരിക്കാറുണ്ട്. അവൾ എന്താണോ വാച്ച് ചെയ്യണത് എന്നൊക്കെ ഞാൻ നോക്കലുണ്ട്. വളരെ റെയറായിട്ട് എനിക്ക് അതിൽ പണി ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കലുണ്ട്. അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്. ദെൻ എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് അപ് ടു യു. ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ കാര്യമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കുട്ടികൾക്ക് ഫോൺ അധികമായിട്ട് കൊടുക്കേണ്ട, ഓഫ് കോഴ്സ് അത് കുട്ടികളെ നല്ലതല്ല. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഓരോ മദേഴ്സും ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല. ചില സിറ്റുവേഷൻ കൊണ്ട് ഇപ്പം ഞാൻ അവൾക്കൊരു 1 hour കൂടുതൽ അവൾ ഫോൺ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനാവും എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് ഫീലാണ്. ഞാൻ എന്തിനാണ് അവൾക്ക് ഫോൺ കൊടുക്കുന്നത്? അല്ലെങ്കിൽ എനിക്കറിയില്ല എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്. അതെല്ലാ മക്കളോട് സ്നേഹമുള്ള എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നശിപ്പിക്കല്ലേ ഉള്ളൂ കൂടുതലും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തൊട്ടും ഇല്ലാതെ പറ്റൂല അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മളൊരു മോഡറേറ്റ് അളവിലെല്ലാം കൂടി അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. ഇന്നത്തെ കാലത്ത് സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടിയിട്ടാണ്, അവർ കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ ഫോൺ അഡിക്റ്റൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ശ്രമിച്ചാൽ എന്തായാലും നടക്കും. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന ടൈമാണ്. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് കുട്ടികൾ ചെയ്യുക.
അപ്പം ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഓഫ് കോഴ്സ് എൻ്റെ ജോലി ഫോണിലാണ്, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ അവൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവളില്ലാത്ത സമയത്താണ് ഞാൻ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്നത്. അത് പണ്ടൊക്കെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു, കാരണം അവൾക്ക് ഡേ ടൈമിലുള്ള ഉറക്കം കൂടുതലാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അവൾ ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. അപ്പം ഇപ്പോൾ കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇപ്പോൾ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും കുട്ടിക്ക് ഫോൺ കൊടുക്കേണ്ടി വരും എന്നൊക്കെ. ഓഫ് കോഴ്സ് എനിക്ക് കൊടുക്കേണ്ടി വരും, പക്ഷേ നാട്ടിൽ നിന്ന് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ചുറ്റിലും എൻ്റെ ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുട്ടിക്ക് ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടാണ് കൊടുക്കേണ്ടി വരുന്നത്. അതും ഞാൻ ലിമിറ്റഡ് ടൈം വെച്ചിട്ട് അവൾക്ക് കൊടുക്കണുള്ളൂ. ഞാൻ കുറച്ച് ഷോസ് റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക്. ക്യൂരിയസ് ജോർജ്, പിന്നെ അവൾ കാണുന്നതാണ് കേട്ടോ, ക്യൂരിയസ് ജോർജ്, ബ്ലൂയി, പിന്നെ ഏതാണ് ഞാൻ മറന്നു, ഡയാന ആൻഡ് റോമ, അങ്ങനെ എന്തോ അവൾ കാണലുണ്ട്. പിന്നെ മിസ് റേച്ചൽ, എന്തോ ഒരു ടോഡ്ലേഴ്സ് ലേണിങ്ങിൻ്റെ ആണ്. ഞാൻ എന്തായാലും താഴെ കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അവൾ കാണുന്ന കാർട്ടൂൺസാണ് അതൊക്കെ അവൾക്ക് അവളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ അവൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട്. ഞാൻ അവൾക്കിപ്പോൾ ഒരു 1 hour കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആകാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കൽ കേട്ടോ. ഈ മദേഴ്സിൻ്റെ ലൈഫ് കുറേ കൂടിയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കണത് നമ്മളെ ചുറ്റുമുള്ളവരാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കുട്ടിക്ക് കൊടുക്കാം, ഇത് കൊടുക്കണ്ട അല്ലെങ്കിൽ ഈ കുട്ടി ഇത് ചെയ്യണ്ട. പക്ഷേ ഒന്നില്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അതിപ്പോൾ എന്താ ചെയ്താൽ അവൾ കുട്ടിയല്ലേ. നമ്മളിപ്പം ആ കുട്ടിയുടെ ഉമ്മ, ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിക്ക് ദോഷമാണോ ഒരു കാര്യം ചെയ്യില്ല. ആ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരാൾ ആ കുട്ടിയുടെ അമ്മ ഇത് പറയാണ്, ഇത് അവർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവരൊക്കെ അത് റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്ന് മാറണോ അന്ന് ഈ മദേഴ്സിനുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര തന്നെ മോശമാണെങ്കിലും നിങ്ങളതിന് ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റൂ. ബിക്കോസ് നാളെ ഈ ചുറ്റിലുള്ളവരല്ല, നിങ്ങളും നിങ്ങളുടെ കുട്ടിയാണ് വട്ടവർ എന്താണെങ്കിലും സർവൈവ് ചെയ്യണം. അപ്പോൾ കുട്ടിയുടെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടിയെ സർവൈവ് ചെയ്യുള്ളൂ. ഈ റോങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നവരും അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഷോർട്ട് ടേം കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളത് ഫൈറ്റ് ചെയ്തേ പറ്റുമോ. അതിന് നമുക്ക് കുറേ ആൾക്കാരുടെ മുഖങ്ങളൊക്കെ കാണേണ്ടി വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് നമ്മുടെയും കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ലൈക്ക് കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ പറയും, അതിനെന്താ അവൾ കുട്ടിയല്ലേ, അത് കുഞ്ഞല്ലേ. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ ഒരമ്മ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ചുറ്റുള്ളവരും റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടി അവരുടെ ലൈഫ് ഒന്നും കൂടി ഈസി ആവും, അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതെ കുറേയൊക്കെ കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ പറയുക, വീനിങ് ജേർണി അവൾക്ക് 6 months തൊട്ടാണ് ഞാൻ വീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ഞാൻ അവൾക്ക് ഒരു ഫുഡ് ഐറ്റംസും കൊടുത്തിട്ടില്ല, ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതേപോലെ ഞാൻ അവൾക്ക് ആദ്യം കൊടുത്ത ഫുഡ് റാഗി കുറുക്കാണ് കൊടുത്തത്. അത് 1 വയസ്സ് വരെ ഉപ്പും മധുരം ഒന്നും ഇടാതെ കൊടുക്കണം എന്നാണ്. പക്ഷേ ഞാൻ ഒരു 10 months വരെ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ അവൾക്ക് ചെറുതായിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ അവൾക്ക് 0 ഷുഗറാണ്. വല്ലപ്പോഴും റയറായിട്ട് എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, നമ്മൾ കേട്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെ തോന്നും 3-ാം വയസ്സിൽ കിട്ടേണ്ടത് 30-ാം വയസ്സിൽ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിലോട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കലുണ്ട് ഐസ്ക്രീംസും കാര്യങ്ങളും. കൂടുതലും ഞാൻ വീട്ടിലും ചെയ്ത് കൊടുക്കലുണ്ട്. കുക്കീസ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലും ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു അവളുടെ വീനിങ് ജേർണി. പിന്നെ എന്നാൽ ബേബി ലെഡ് വീനിങ്ങും ട്രഡീഷണൽ വീനിങ്ങും ഉണ്ടായിരുന്നു. അവൾക്ക് 6 months ആയപ്പോൾ തന്നെ ഞാൻ ഹൈ ചെയർ മേടിച്ച് ഇരുത്തിട്ട് തന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. തന്നെ അവൾ വാരി കഴിക്കാനുള്ള ഒരു സെഷൻ ഞാൻ വേറെ തന്നെ വെച്ചിരുന്നു. ഈ കൂടുതലും അവൾക്ക് വെജിറ്റബിൾസ്, ചിക്കൻ, മീറ്റ് കാര്യങ്ങളൊക്കെ 6 months തൊട്ടേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 6 മാസത്തിൽ ഇങ്ങനെ കുറുക്ക് മാത്രം കൊടുക്കുന്നവർക്ക് പറയാനുള്ളത്, പിന്നെ കുട്ടി അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ചോറ് ജ്യൂസ് അടിച്ചിട്ടൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരും. അൽഹംദുലില്ലാ എനിക്ക് അങ്ങനത്തെ അവസ്ഥ ഒന്നും വന്നിട്ടില്ല. ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. കാരണം എനിക്കറിയണ്ടായില്ല കുട്ടിക്ക് പല്ലില്ലാണ്ട് കുട്ടി അത് ചവക്കോന്നിരുന്നു. പക്ഷേ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗംസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ച്യൂ ചെയ്യാൻ പറ്റും.
അപ്പോൾ അവൾക്ക് ഞാൻ ദോശ അല്ലെങ്കിൽ ചോറ് ഒക്കെ ഞാൻ 6 മന്ത് തൊട്ട് തന്നെ കൊടുത്തിരുന്നു. ഓഫ്കോഴ്സ് പ്യൂരീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, റാഗി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ കുന്നങ്കായ അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, റാഗി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ചോറ് തന്നെ ഈ ദാൽ കിച്ചടി ഇല്ലേ, അത് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റോ ആയിട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് അടിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ക്യാരറ്റ് ബോയിൽ ചെയ്തിട്ട്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോസ്, ആപ്പിള് പുഴുങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ടഫസ്റ്റ് ജേർണി അതിൻ്റെ. കാരണം പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ ഈസിയസ്റ്റ് ജോബാണ്. പലരും ഇങ്ങനെ കുട്ടിയുടെ പിന്നാലെ നടന്ന് ഫുഡ് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ തന്നെ എടുത്ത് കഴിച്ചോളും. അവൾക്കിപ്പോൾ ചോറിനോടൊരു പിന്നാക്കുണ്ട്, അല്ലാതെ അവൾ കുഴപ്പമില്ല. അവൾക്ക് എല്ലാ ഫുഡും അവളെല്ലാ ഫുഡുമായിട്ട് അഡാപ്റ്റബിൾ ആണ്. എല്ലാ ഫുഡും അവൾ കഴിക്കും. അവൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ തന്നെ കഴിക്കുക. പിന്നെ ലഞ്ച് ഞാൻ വാരി കൊടുക്കും. പിന്നെ ഡിന്നറും വല്ലപ്പോഴും, അല്ലെങ്കിൽ അവൾ വല്ല ദോശ ചപ്പാത്തിക്കാണെങ്കിൽ അവളെടുത്ത് കഴിക്കും. ഈ ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര മെസ്സായിട്ട് പോകും. അത് പക്ഷെ മെസ്സാകണോണ്ടല്ല, പക്ഷെ അവൾക്ക് തന്നെ ഇഷ്ടമല്ല. അവളിങ്ങനെ കൈ ഇങ്ങനെ കുടഞ്ഞെല്ലായിടത്തും തിറപ്പിച്ച്, പിന്നെ സ്പൂൺ കൊടുക്കുകയാണെങ്കിൽ വല്ലപ്പോഴും സ്പൂണിൽ കഴിക്കും. അപ്പോൾ എന്താ ആ ഒരു ടഫസ്റ്റ് ജേണി ഞാനൊരു 6 മന്ത് മുതൽ ഒരു 2 വയസ്സ് വരെ ഏകദേശം 1.5 വർഷം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത്. കാരണം പിന്നെ കുട്ടി വാരി കഴിക്കലായിരിക്കും, പക്ഷെ കുട്ടി വാരി കഴിക്കാൻ ചുറ്റിൽ മൊത്തമൊക്കെ പോയിട്ട് നമ്മൾക്ക് എനിക്ക് ആലോചിക്കാനും കൊണ്ട് പോയി, ഞാനതൊക്കെ കടന്നു പോയി എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് അവളുടെ വീനിങ് ജേർണിയെ പറ്റി പറയാനുള്ളത്. പിന്നെ അവളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം ഇല്ലാതെയാണ്, എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല. ഈ വീഡിയോ ആണ് ഞാൻ കുറേ മാസങ്ങളായിട്ട് പ്ലാനിലുണ്ടായിരുന്ന വീഡിയോ ഇത് ഇപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഷോർട്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഷീസ് ഈറ്റിനിടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഞാൻ അവൾക്ക് കൊടുക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ യെസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.